നമസ്കാരം. രുദ്രാഭിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണം വരുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നിങ്ങളെ ഒരു തീരുമാനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ആ തീരുമാനം വലുതായിരിക്കണമെന്നില്ല. പക്ഷേ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അതേ സ്ഥാനത്ത് തന്നെ കുടുങ്ങിപ്പോകുന്നതായിരിക്കും. ഇവിടെ മനുഷ്യരുടെ ജീവിതം രണ്ടായി പിരിയുന്നത്. ഒരാൾ പഴയ ജീവിതത്തിൽ തന്നെ തുടരുന്നു, മറ്റൊരാൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദർശികമല്ല. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയൊരു തീരുമാനത്തിൻ്റെ നിമിഷം അടുത്തെത്തിയിട്ടുണ്ട്. ഒന്നാമതായി നമ്മുടെ മനസ്സിൽ ഇനി മതി എന്ന ഒരു ബോധം വന്നു ചേരും. ഒരു ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫീലിംഗ് വരാം. ജീവിതം മോശമാണെന്നല്ല, പക്ഷേ ഇനി ഇത്രമാത്രം പോരാ എന്നുള്ള ഒരു തിരിച്ചറിവ്. ഇതൊരു ആഗ്രഹമല്ല, അസൂയയുമല്ല. ഇത് ഉള്ളിൽ നിന്നുള്ള ഒരു വിളി മാത്രമാണ്. ഇതുവരെ നിങ്ങളെ സന്തോഷിപ്പിച്ച കാര്യങ്ങൾ ഇനി മതിയാകില്ല എന്നുള്ളത്. കൂടുതൽ പണം വേണ്ടതുകൊണ്ടല്ല, കൂടുതൽ അർത്ഥം വേണമെന്നതിനാലാണ് നിങ്ങൾക്കത് തോന്നുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ എന്ന്. രണ്ടാമതായി, പഴയ സഹനങ്ങൾ തകരുന്ന ഒരു ഘട്ടം വന്നു ചേരും. നിങ്ങൾ ഇതുവരെ സഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇനി നിങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങും. ജോലി സംബന്ധമായും ബന്ധങ്ങൾ വഴിയും സാഹചര്യങ്ങൾ വഴിയും ഇതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. മുമ്പ് സഹിക്കാൻ കഴിഞ്ഞത് ഇനി സഹിക്കാൻ കഴിയില്ല. നിങ്ങളെ ദുർബലനാക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ തോന്നുന്നത്. നിങ്ങൾ വളരുന്നു എന്ന ഒരു അടയാളം തന്നെയാണ് ഈ കാണിക്കുന്നത്. കാരണം പുതിയ ലെവലിലേക്ക് പോകുന്നവന് പഴയ സഹനം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. മൂന്നാമതായി, ഭയം കൂടിയ ആവേശം. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഒരു വിചിത്രമായ ഫീലിംഗ് അനുഭവിക്കും. ഒരുപാട് ഭയം, അതേസമയം ഒരുപാട് ആവേശം. ഭയം കാരണം നിങ്ങൾ പരിചിതമായ ഈ ലോകം വിട്ടുപോകുന്നു. എന്നാൽ ആവേശമോ ഉള്ളിൽ ഉറപ്പുള്ള ഒരു തീരുമാനം വന്നു ചേർക്കുന്നു. എൻ്റെ ജീവിതം ഇനി മാറും. ഇത് തന്നെയാണ് പണം വരുന്നതിന് മുമ്പുള്ള യഥാർത്ഥ ട്രാൻസിഷൻ. നാലാമതായി, വിശദീകരണം അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. മുമ്പ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്തിനെ ഇങ്ങനെ ചെയ്യുന്നു എന്ന്, എന്തിനു മാറുന്നു എന്ന്. പക്ഷേ ഈ ഘട്ടത്തിൽ നിങ്ങൾ ശാന്തമാകും. നിങ്ങൾ തീരുമാനിക്കും, പക്ഷേ വിശദീകരിക്കില്ല. കാരണം നിങ്ങൾ ആദ്യമായി സ്വയം അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മാറ്റം വന്നു ചേരുന്നത്. അഞ്ചാമതായി, ആളുകളുടെ എതിർപ്പ് വന്നു ചേരുന്നത്. നിങ്ങൾ മാറുമ്പോൾ ചിലർ നിങ്ങളോട് പറയും, ഇത് വളരെയധികം റിസ്ക് പിടിച്ച പരിപാടിയാണ്, ഇത് ഒരിക്കലും നടക്കില്ല, ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നു ചേരുമെന്ന്. ഇത് അവർക്ക് നിങ്ങളോട് വൈരാഗ്യമുള്ളതിനാലല്ല, നിങ്ങളുടെ മാറ്റം അവരുടെ ഭയങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാലാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തമായ ശബ്ദമുണ്ടാകും, ഇതാണ് എൻ്റെ വഴി എന്നുള്ളത്. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ആറാമതായി, പണമില്ലെങ്കിലും വളരെയധികം ആത്മവിശ്വാസം വന്നു ചേരുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പണം ഇപ്പോഴും നിങ്ങളുടെ കൈവശമില്ല, എന്നാലും ഒരു പേടിയില്ല. കാരണം നിങ്ങൾ പണം തേടുന്നില്ല, പണം നിങ്ങളെ തേടുന്ന ഘട്ടത്തിലാണ്. നിങ്ങളുടെ ഉള്ളിൽ മൂല്യബോധം ഉണരുന്ന ഒരു സമയം തന്നെയായിരിക്കും. എനിക്ക് ലഭിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള സമയത്ത് വന്നു ചേരും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിജയത്തിൻ്റെ തുടക്കം വന്നു ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത്. ഏഴാമതായി, ഒരു വാതിലടയുന്ന നിമിഷം. ഈ ഒരു നിമിഷം വളരെ വ്യക്തമായി ആ ഒരു വാതിലടയും. ജോലിയായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, അവസരങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും ഇനി അത് തുറക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. വേദനയുണ്ടാകും, പശ്ചാത്താപം ഉണ്ടാകില്ല. കാരണം അതടഞ്ഞാൽ മാത്രമേ മറ്റൊന്ന് തുറക്കുകയുള്ളൂ. എട്ടാമതായി, ചെറിയ അവസരം വലിയ വഴിമാറ്റമുണ്ടാക്കുന്ന സമയമായിരിക്കും. അതിനുശേഷം വളരെ ചെറിയൊരു അവസരം വന്നു ചേരും. പലർക്കും അത് അർത്ഥമില്ലാത്തതുപോലെ തോന്നും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയും, ഇതാണ് എൻ്റെ പുതിയ തുടക്കമെന്ന്. വലിയ പണമല്ല, പക്ഷേ വലിയ ദിശാമാറ്റമായിരിക്കും അത്. പണം നിങ്ങളെ കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ടെത്തണം. പണം ആദ്യം നിങ്ങളുടെ ബാങ്കിലേക്കല്ല വരുന്നത്, ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്കാണ് വരുന്നത്. മനസ്സിലേക്കും ചിന്തയിലേക്കും തീരുമാനങ്ങളിലേക്കും. നിങ്ങളിപ്പോൾ അങ്ങനെയൊരു തീരുമാനത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ യാദർശികമായി വന്നതല്ല. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എന്തോ വലിയ മാറ്റത്തിലേക്കുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ എഴുതൂ ഞാൻ തയ്യാറായി കഴിഞ്ഞു എന്ന്. യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.